ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തേത് നമ്മളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിരിക്കും. ഡേ ഇൻ മൈ ലൈഫ് ഫുള്ളില്ല, രാവിലത്തെ ഫുഡെല്ലാം കഴിച്ച് അല്ലേ. രാവിലെ തൊട്ടേ എടുക്കണമെന്ന് കരുതിയതാ, പക്ഷേ എടുക്കാൻ പറ്റിയിട്ടില്ല, മറന്നുപോയി വീഡിയോ എടുക്കാൻ. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. എന്താ രാവിലെ കഴിഞ്ഞല്ലോ, ഇപ്പം ഞാൻ എണീച്ച് വന്നതേ ഉള്ളൂ. പ്രശ്നമില്ല, ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് പറ്റുള്ള കാര്യങ്ങളിൽ നമുക്ക് കഴിക്കാം. അപ്പം ഇന്നത്തെ ഒരു ഡേ എങ്ങനെയുണ്ട് നമുക്ക് കണ്ടുവെക്കാം. ഹലോ, നമ്മളനിയത്തി. നമ്മളെ അനിയത്തിയാണ് കേട്ടാ സൂര്യ. ഇപ്പൊ ഗർഭിണിയാന്നേ കേട്ടാ. മറ്റേ പാമ്പിന്റെ ബാൻഡിൽ പിടിച്ചാ മതി. അതെ, പാമ്പിന്റെ പേട്ട് യോയോ ആണ് കേട്ടാ. ഇവിടുന്ന് ആരെല്ലോ തൂക്കി വെക്കേണ്ട കാര്യങ്ങളാണ് ഇവര് കുടുംബസമേതം ചർച്ച ചെയ്യുന്നത്. കുട്ട എന്ത് ചെയ്യാൻ പോവുന്നേ? എന്ത് ചെയ്യാൻ? അപ്പൊ ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് വണ്ടീനൊന്ന് കുളിപ്പിച്ചെടുക്കാന്ന് വെച്ച്. അപ്പോൾ ഏട്ടൻ അവിടുന്ന് വണ്ടി എടുക്കട്ടെ, എനിക്ക് അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. നമ്മുടെ പാലച്ചീരിയാണ് ഇന്നത്തെ ഉച്ചക്കത്തേക്ക് വേണ്ടിയിട്ടുള്ള വറവ്. അപ്പം അതിനൊന്ന് അമ്മ കഴുകി തന്നിട്ടുണ്ടായിരുന്നേ വൃത്തിയിൽ. അപ്പം 2 ദിവസമായി നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ട്, അപ്പം കുറച്ച് ഇലകളൊക്കെ മോശമായിട്ടുണ്ട്. അപ്പം അമ്മ അത് നോക്കി കഴുകി വൃത്തിയാക്കി തന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് വറവിൻ്റെ പാകത്തിലേക്ക് ആക്കി എടുക്കണം. സാധാരണ നമ്മൾ ഡാലും പാലച്ചീരിയും കൂടിയിട്ടാണ് കറി വെക്കല്. അപ്പം ഇന്ന് വെച്ച് വറവുണ്ടാക്കാന്ന്. അപ്പം അമ്മ ഇതാ തെരണ്ടി മീനെ മുറിക്കുന്നുണ്ടായിരുന്നു, വൃത്തിയാക്കുന്നുണ്ട്. അതിന് പുറത്തുനിന്ന് അപ്പം അതിൽ കുട്ടികളുണ്ട്, 2 കുട്ടികളുണ്ട്. അപ്പം അതമ്മ ഇതാ വിളിച്ചിട്ട് കാണിച്ചു തരുവേന്ന്. ഏട്ടനാണെങ്കിൽ ഇവിടെ വണ്ടി കഴുകുന്ന കാറ് കഴുകുന്ന പരിപാടിയിൽ തന്നെയാണ്. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏട്ടൻ ഈ വണ്ടി കഴുകാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ 1-2 മണിക്കൂറാകും വണ്ടി കഴുകി കഴിയാൻ. ഉണ്ണിക്കുട്ടൻ ആ ഒരു 11-11:30 ആയപ്പോൾ എണീറ്റ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കുന്നുണ്ട്. അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകും ബ്രേക്ക്ഫാസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഇതാ മുട്ടയിലേക്ക് വേണ്ടിയിട്ട് കടന്നു കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ മട്ടൺ സൂപ്പ് ഇവിടെ റെഡിയാവുന്നുണ്ട്. അച്ഛൻ്റെ സ്പെഷ്യലാണ് ഈ മട്ടൺ കാലിനെ കൊണ്ടുള്ള മട്ടൺ സൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛൻ. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്ത് വന്ന് നോക്കുമ്പോഴത് ഏട്ടൻ ഇവിടുന്ന് വണ്ടി കഴുകുന്ന പരിപാടിയിൽ തന്നെയാണുള്ളത്. ഏകദേശം 1-2 മണിക്കൂറായിട്ടുണ്ട് വണ്ടി കഴുകണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട്. അപ്പം ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞത് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഏകദേശം ടാങ്കിലെ വെള്ളം കഴിയുന്നത് വരെ ആൾ വണ്ടിയും കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ രാവിലെയൊക്കെ നല്ല മഴയായിരുന്നു. ഇപ്പോഴാണ് മഴയൊക്കെ തോർന്നത്. കണ്ട നമ്മുടെ വീടിൻ്റെ മുന്നിലത്തെ റോഡൊക്കെ നല്ല രീതിയിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ വണ്ടി കഴുകുന്നത് നോക്കിയിരിക്കുന്നുണ്ട്. ഫോണിൽ സംസാരിക്കുവാണ് ചങ്ങായി ചെയ്യുന്നത്. അങ്ങനെ ഉച്ച സമയമായി, ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിക്കാനിരുന്നു. ഞാൻ കഴിക്കുന്ന ക്ലിപ്പിംഗ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ റെണീച്ചി വന്നപ്പം, റെണീച്ചി എന്ന് പറയുന്നത് അമ്മേൻ്റെ ഫ്രണ്ടാണ് റെണീച്ചി. അപ്പോൾ അവരൊരു വൈകുന്നേരം ആകുമ്പോഴാണ് വന്നിട്ടുണ്ടായത്. അപ്പം വൈകുന്നേരത്തെ ചായ പരിപാടിയൊക്കെ നടക്കുകയെന്ന്. പിന്നെ നമ്മൾ നേരെ എൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. കാരണം ഏട്ടൻ തിരിച്ച് വന്നപ്പോഴാണ് ഞാൻ മോളുടെ പനിയൊക്കെ മാറിയൊന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായത്. അപ്പം ഡ്രസ്സൊന്നും നമ്മുടെ ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല, നല്ല മഴയായതുകൊണ്ട്. അപ്പം കുറേ ഡ്രസ്സ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ വീട്ടിൽ തന്നെ. അപ്പം അത് എടുക്കാൻ വേണ്ടി വന്നതാണ്. എൻ്റെ മോളുടെ ഡ്രസ്സാണ് കാണുന്നത്. ഇതെൻ്റെ അച്ഛനും അമ്മയാണ് കേട്ടോ. റെഡിയായിട്ട് ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ട്. ഒന്ന് ബീച്ചിൽ പോയിട്ട് വരാമെന്ന് കരുതി. അനിയത്തി പറഞ്ഞ് ബീച്ചിൽ പോകണമെന്ന്. നമ്മൾ വെച്ച് മഴയൊന്നും ഇല്ല എന്നൊന്ന് പോകാമെന്ന് കരുതി. ഇപ്പം ഏതായാലും മഴ കാണുന്നില്ല, ഇനി മഴ പെയ്യോന്നറിയില്ല. റെഡിയായി തിന്നിട്ടുണ്ട് അല്ലേ? അതെ, ശരി. എന്നാലും നമുക്ക് ബീച്ചിൽ പോയിട്ട് വരാം. അപ്പോൾ ഇതെല്ലാവരും റെഡിയാവുമെന്ന് അമ്മയും അനിയത്തിയും. അച്ഛനെ വിളിച്ചിട്ടാണെങ്കിൽ അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ പോകുന്നത് നമ്മൾ 3 ഞാനും മോളും ഏട്ടനും പിന്നെ അമ്മയും സൂര്യയും കൂടിയിട്ടാണ്, അനിയത്തിയും കൂടിയിട്ടാണ് ബീച്ചിലേക്ക് പോകാമെന്ന് പറഞ്ഞത്. ആദ്യം തന്നെ ഇതാ നമ്മൾ ഈ ഒരു തട്ടുകടയിലേക്കാണ് വന്നത്. എന്തോ പേരുണ്ടായിരുന്നേ, ഞാൻ മറന്നുപോയി കേട്ടോ. ഇവിടെ നല്ല വൈബ്, ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലേസിൽ വരാൻ വേണ്ടിയിട്ട്. അപ്പം നല്ല മരത്തിനെ കൊണ്ട് ഓരോ സംഭവങ്ങളെല്ലാം ഉണ്ടാക്കി, നല്ല കളർ ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മൾ അങ്ങോട്ടേക്ക് അവിടെ വണ്ടി നിർത്തി ഒന്ന് ഇറങ്ങി. അവിടെ ഊഞ്ഞാലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അനിയത്തി പറഞ്ഞു ഊഞ്ഞാൽ ആടണം എന്ന് പറഞ്ഞിട്ട് ഇതാ നമ്മൾ നേരെ അങ്ങോട്ട് പോയിട്ടുണ്ട്. ആൻറ്റിയും മോളും കൂടിയിട്ട് ഊഞ്ഞാലൊക്കെ ആടാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. പക്ഷേ മൂക്ക് അത്ര വലുതായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇതാണ് നമ്മുടെ പ്ലേസ് വരുന്നത്. ഈ ഒരു തട്ടുകടയും അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മളെ റോഡ് വരുന്നത്. അപ്പോൾ എന്തോ ആണ് പേര്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അപ്പോൾ അവിടെ ഐ ലവ് പയ്യാമ്പലം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഗ്രീനറിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏറുമാടം പോലത്തെ ഒരു, ഏറുമാടല്ല, ആ ഒരു ടൈപ്പ് എന്തോ സംഭവം ഉണ്ട്. അതിൽ കയറി ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാമെന്ന് കരുതിയിട്ട് ചോദിച്ച സമയത്ത് കാര്യമായിട്ടൊന്നുമില്ല, ചിക്കനും പാർട്സും മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അപ്പം ചിക്കൻ പാർട്സ് അനിയത്തിക്ക് പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് തന്നെ അതത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് വേണ്ട, ഉള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ നേരെ വേറെ എവിടെയെങ്കിലും പോകാമെന്ന് കരുതിയിട്ട്
പിന്നെ പോയിട്ടുള്ളതായിരുന്നു തക്കാരത്തിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ കണ്ണൂർ പോകുന്ന സമയത്ത് ഞാൻ ഏട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇതൊക്കെ ഞാൻ മുന്നേ കുറച്ച് വ്ളോഗേഴ്സിൻ്റെ വ്ളോഗിലേക്ക് കണ്ടിട്ടുണ്ട്, ഈ ഒരു തക്കാരം എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഇത് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ട് എന്നൊരിക്കൽ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഏട്ടൻ പറഞ്ഞു എന്നാൽ ഓക്കെ നമുക്ക് എന്നാൽ തക്കാരത്തിൽ പോകാം, അവിടെയും ഫുഡൊക്കെ എന്തുണ്ട് എന്നൊന്ന് അറിയാലോ എന്ന് എഴുതിയിട്ടാണ്. നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിട്ടില്ല, അപ്പോൾ ഫാമിലി ഫുൾ ഉള്ളത് കൊണ്ട് പോയതാണ്. അപ്പോൾ അവിടെ എന്താ മുകളിൽ പോയപ്പോഴുള്ള വ്യൂ ആണിത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ആൽമരവും അരയാല് വാലും എന്താണെന്ന് കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ, അതിൽ ലൈറ്റൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ എന്തോ അന്ന് നമ്മൾ പോയ സമയത്ത് ബർത്ത്ഡേ ഫംഗ്ഷൻ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ ഇതാ കൊടുക്കുന്നുണ്ട്, ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട്. പിന്നെ അധികം നമ്മളങ്ങനെ ഒരാൾ കഴിക്കുന്നിടത്ത് നോക്കാൻ പാടില്ല, അപ്പം അധികം നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് ഇവിടുന്ന് മുകളിൽ നിന്നിട്ട് താഴത്തേക്ക് നോക്കുന്ന സമയത്ത് ഭയങ്കര നല്ല വ്യൂ ആയിട്ടാണ് തോന്നിയിട്ടുണ്ടായത്. പിന്നെ ഇവിടെ ഒരു കോട്സ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴിവിടെ ഫുഡും ഇവരുടെ ഒരു സൽക്കാര രീതിയെക്കുറിച്ചിട്ടൊക്കെയാണ് അതിൽ നോട്ട് ചെയ്തിട്ടുണ്ടായത്. പിന്നെ ഇവിടെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വന്നപ്പം ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്നൊരു ഏകദേശം ഒരു 20-30 മിനിറ്റോളം നമുക്ക് വെയിറ്റിംഗ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അവർ ഇങ്ങനെ ആൾക്കാരുടെ എണ്ണം നോക്കി ആ ഒരു സീറ്റ് ഒഴിയുന്നതിനനുസരിച്ചിട്ടാണ് എടുക്കുന്നത്. നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അരമണിക്കൂർ, അതെനിക്ക് ഭയങ്കര ഒരു ഇതായി തോന്നിയിട്ടുണ്ട്. കുറച്ച് സമയം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു, ഒരു അരമണിക്കൂറോളം വെയിറ്റ് ചെയ്യേണ്ട വന്നു. ആ സമയം കൊണ്ട് നമ്മളിത് അവിടെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാൻ പറയില്ലേ പുറത്തൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. എന്തായാലും ആ വെയിറ്റിംഗ് കൂടി ഒന്ന് കുറച്ച് അവർക്ക് ശ്രദ്ധിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, കാരണം കുറേ ആൾക്കാർ അവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ അതിലിടയ്ക്ക് എന്തൊക്കെയോ വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്തായാലും ഇതിൽ തന്നെ ഇരിക്കട്ടെ അതൊക്കെ. അപ്പോൾ എന്തായാലും പുറത്തെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അവിടെ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടായതൊക്കെയാണ് ഇത്. ഓരോ ദിവസം മാറും തോന്നും സ്പെഷ്യലും കാര്യങ്ങളൊക്കെ. അങ്ങനെ കുറേ സമയം വെയിറ്റ് ചെയ്തിട്ട് നമ്മളിതാ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ട്, 4 പേർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പം മോളിപ്പോൾ ഇത് കഴിക്കാൻ വിടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഡൗട്ടാണ്. കാരണം മോളെക്കൂട്ടി വന്നുകൊണ്ട് അവൾ ഉറങ്ങിയിട്ടുണ്ടായിരുന്നേ. പക്ഷേ നമ്മൾ അകത്ത് കയറുന്ന സമയത്തിന് കുറച്ച് മുന്നേ എണീറ്റ് കളഞ്ഞു. അപ്പം മെനു കാർഡ് കൊണ്ടു തന്നിട്ടുണ്ട്. അപ്പം ഇത് കണ്ടിട്ട് ചേട്ടൻ പറയുന്നു ഇതെന്താ ആധാരം എങ്ങാനും നമ്മളെ ചോദിച്ച് വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള മുദ്രപത്രം എങ്ങാനാണോ എന്നുള്ളത്. കാരണം ഈ ഒരു രീതിയിലാണ് അവിടെ എന്താ പറയുക നമ്മുടെ മെനു കാർഡ് വരുന്നത്. ആ തക്കാരം റെസ്റ്റോറൻറ്റിനെ കുറിച്ചിട്ട് എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് എന്തൊക്കെയാണ് മെനൂസ് ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ എന്തൊക്കെയോ ഓർഡർ ചെയ്തിട്ടുണ്ട്. ഓർഡർ ചെയ്തിട്ട് അവർ പറഞ്ഞു ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വേഗം ഡിലേ വരില്ല, വേഗം കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ മറ്റ് ഹോട്ടൽസിനെ വെച്ചിട്ട് പെട്ടെന്ന് കിട്ടിയിട്ടുണ്ട്, എന്നാലും കുറച്ച് ഡിലേ ആയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തത് പൊറോട്ട, ചില്ലി ഗോബി, വെള്ളയപ്പം, ഫിഷ് ഫ്രൈ, പിന്നെ അൽഫാം. ഇതൊക്കെയാണ്. അൽഫാം ഏട്ടനും നമുക്കും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ. അനിയത്തിക്ക് തന്നെ വേറൊന്നും പറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട് വെള്ളയപ്പം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കൂടെ ഒരു പുക പോലത്തെ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പം മോക്കത് തീരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളത് തിരിച്ചു കൊണ്ടുപോകാൻ പറഞ്ഞു ആ ഫിഷ് ഫ്രൈൻ്റെ കൂടെ. അപ്പോൾ ഫുഡൊക്കെ നല്ലതായിരുന്നു, മോശമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു ഫിഷ് ഫ്രൈയുടെ റേറ്റ് കണ്ടിട്ടാണ് നമ്മൾ ഞെട്ടിപ്പോയത്. 960 രൂപയായിരുന്നു ഈ ഒറ്റ ഫിഷ് ഫ്രൈക്ക് ഉണ്ടായത്. നമ്മളത് തീരെ പ്രതീക്ഷിച്ചിട്ടില്ല. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ബില്ലിൻ്റെ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ഞെട്ടിപ്പോയി നമ്മൾ തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബൈ, താങ്ക് യു.